ഹലോ ഓൾ, വെൽക്കം ടു വരാൻഡ്രേസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി വരാൻ പോകുന്ന SSC റെയിൽവേ എക്സാമിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇന്നോട്ടൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും ഓരോ സബ്ജക്റ്റുമായിട്ട് ഓരോ ഫാക്കൽറ്റീസ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് റെയിൽവേ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, എപ്പോഴും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ NTPC ഗ്രാജുവേറ്റിന്റെ റിസൾട്ട് വന്നു. NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഏതാണ്ട് നമുക്ക് മാർക്ക് ഷീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ റീസണിങ്ങും അതുപോലെ തന്നെ മാത്സും നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 15,000 മുകളിലാണ് എന്താണ് നമ്മുടെ ഒരു 25 എബോ 30 ഒരു 25 എബോ മാർക്ക് മേടിച്ചിട്ടുള്ളത് 15,000-ലധികം സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇനി ഏത് എക്സാം നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ SSCയുടെ ആണെങ്കിലും ശരി, നമ്മുടെ റെയിൽവേയുടെ ആണെങ്കിലും ശരി, ഇനി ഏത് എക്സാം എടുത്ത് നോക്കുവാണെങ്കിലും ഒരു റാങ്ക് ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് പറയാൻ പറ്റും, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഏത് തന്നെയാണ് നമ്മുടെ GK ആണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമുകളാണെങ്കിൽ പോലും സയൻസിന് അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GK സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്സ് റീസണിങ് നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന നമ്മുടെ GK സെറ്റാക്കാൻ വേണ്ടി ഒരു പുതിയൊരു സീരീസ് തന്നെ നമ്മുടെ വരാൻഡ്രേസ് മലയാളം യൂട്യൂബിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുക, ഇന്ന് തന്നെ വരാൻഡ്രേസ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നാളെ മുതൽ നമുക്ക് എന്താണ് നമ്മുടെ ഹിസ്റ്ററിയുടെയും നമ്മുടെ പൊളിറ്റിയുടെയും എക്കണോമിക്സിന്റെ ഒക്കെ ക്ലാസ്സുകളായിട്ട് ബാക്കി നമ്മുടെ സാറുമാരൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ നമുക്ക് അത്യാവശ്യം നല്ലോണം നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ കെമിസ്ട്രി. അതിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാറ്റർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് വളരെ നമ്മൾ എന്താണ് ഒരു 8ാം ക്ലാസ് തൊട്ട് നമുക്ക് കാണാപ്പാടം അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വളരെ ലഘുവായിട്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യത്തെ റെയിൽവേ അല്ലെങ്കിൽ നമ്മുടെ SSC എക്സാം നമുക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസോടെ തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്താണ് കെമിസ്ട്രി? നമ്മൾ കൊച്ചിലെ നമ്മുടെ ഡെഫിനിഷൻ പഠിച്ചു വരുന്നതാണ്. എന്താണ് കെമിസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 80% നമ്മുടെ കെമിസ്ട്രിയുടെ ബേസ് എടുക്കണമെങ്കിൽ 80% സാധനം നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബേസിൽ തന്നെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ് മുന്നോട്ട് വന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് പേസ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുവാണ്. എന്താണ് കെമിസ്ട്രി? നമ്മൾ കൊച്ചിലെ എന്താണ് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. എന്താണ്? എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ കമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ചേഞ്ചസ് ഓഫ് മാറ്റർ. ഒരു മാറ്ററിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ്, ഒരു വസ്തുവിന്റെ അതെങ്ങനെ ഘടനപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് അത് മറ്റൊരു രൂപത്തിലേക്ക് എങ്ങനെ മാറുന്നു, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിസ്ട്രി എന്ന് വിളിക്കുക. ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കോമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ചേഞ്ചസ് ഓഫ്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ആദ്യത്തെ വരുന്നു ഒരു PYQ, ഫാദർ ഓഫ് കെമിസ്ട്രി ആരാണ്? കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ വരുന്നൊരു സാധനമാണ് എന്ത്, ഫാദർ ഓഫ് കെമിസ്ട്രി ആണ്. നമുക്ക് ഫാദർ ഓഫ് കെമിസ്ട്രി പറയുമ്പോൾ നമ്മൾ മെയിൻലി രണ്ടായിട്ട് പറയാറുണ്ട്. ഒന്ന് ഫാദർ ഓഫ് കെമിസ്ട്രി, ആരാണ് ഫാദർ ഓഫ് കെമിസ്ട്രി എന്നത്? റോബർട്ട് ബോയിലിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, ഫാദർ ഓഫ് കെമിസ്ട്രി. അപ്പോഴെങ്കിലും കുറച്ച് പേർക്കെങ്കിലും തോന്നാറുണ്ട്, സാറ് ആന്റോണി ലാവോസിയർ, അത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതും കറക്റ്റാണ്. പക്ഷെ അതെന്താണ് വ്യത്യാസം വരുന്നത്? ആന്റോണി ലാവോസിയർ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആണ് ആരെന്ന് പറയുന്നത്, ആന്റോണി ലാവോസിയർ എന്ന് പറഞ്ഞത്. സ്ഥിരം സ്റ്റുഡൻസിന് തെറ്റ് വരുന്ന ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത്, ഫാദർ ഓഫ് കെമിസ്ട്രിയും ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. നമ്മൾ കെമിസ്ട്രി എന്ന് കാണുമ്പോൾ തന്നെ ആദ്യം ഓടിപ്പോയി ആർക്ക് കുത്തും, ആന്റോണി ലാവോസിയറിന് കുത്തും. പക്ഷെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഫാദർ ഓഫ് കെമിസ്ട്രി, വെറും ഫാദർ ഓഫ് കെമിസ്ട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആര് മാത്രമാണ് ആൻസർ വരുന്നത്? റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആന്റോണി ലാവോസിയറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ പറയാൻ പറ്റുള്ളൂ. സ്ഥിരം എല്ലാ ഓപ്ഷനിലും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 60% PYQ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ രണ്ട് ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി കാണാൻ പറ്റും. ഒരുപാട് സ്റ്റുഡൻസ് അറിയാഞ്ഞിട്ട് പോലും വീണ്ടും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയെന്ന് പറയുന്നത് ഫാദർ ഓഫ് കെമിസ്ട്രിയും ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് അത് തെറ്റാൻ പാടില്ല. ഫാദർ ഓഫ് കെമിസ്ട്രി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, റോബർട്ട് ബോയിലാണ് എന്തെന്ന് പറയുന്നത്, ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എഴുതിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്, PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ബുക്കാണ് സ്കെപ്റ്റിക്കൽ കെമിസ്ട്രി. ആരുടെ ബുക്കാണ്? ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് വിളിക്കപ്പെടുന്ന റോബർട്ട് ബോയിലിന്റെ ബുക്കാണ് ഏതെന്ന് പറയുന്നത്, സ്കെപ്റ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി പറഞ്ഞു. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരെന്ന് പറഞ്ഞു, ആന്റോണി ലാവോസിയറാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, അല്ലെങ്കിൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ആരാണ്, ആന്റോണി ലാവോസിയറാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന പേരാണ് ആര്, പ്രഫുല്ല ചന്ദ്ര റോയ്. ആരാണ് ഈ പ്രഫുല്ല ചന്ദ്ര റോയ്?
ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പ്രഫുല്ല ചന്ദ്ര റോയ് എന്ന് പറയുന്നത്. ഓക്കെ, SSCയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും PSC ഒക്കെ എന്താണ് പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആരാണ്? പ്രഫുല്ല ചന്ദ്ര റോയ്. പ്രഫുല്ല ചന്ദ്ര റോയ് ആണ് എന്താണ് വിളിക്കുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഏതാണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി. ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് ആചരിച്ച വർഷം ഏതാണ്? നമുക്കിപ്പോൾ എല്ലാ വർഷവും എന്താണ് UN ഓരോ സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്താണ് നമ്മുടെ ഇപ്പോൾ ക്യാമൽസിന് വേണ്ടി ഒരു വർഷം, മില്ലറ്റ്സിന് വേണ്ടി ഒരു വർഷം, അതുപോലെ എല്ലാ വർഷവും എന്താണ് ഓരോരുത്തർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? UN അസോസിയേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ UN കെമിസ്ട്രിക്ക് വേണ്ടി ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 2011. 2011 നമ്മൾ എന്തായിട്ട് ആഘോഷിച്ചത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഇന്റർനാഷണൽ ഇയർ ആയിട്ട് ആഘോഷിച്ചത് എന്നാണ്? 2011. ഇനി ഈ 2011 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ചുമ്മാ ഒരു ദിവസം വന്നപ്പോൾ എന്താണ് 2011 വന്നപ്പോൾ UN എല്ലാവരും കൂടെ വിചാരിക്കുന്നത് എന്താണ്? കെമിസ്ട്രിക്ക് വേണ്ടി ഇതൊരു വർഷം കൊടുത്തിട്ടില്ലല്ലോ, നമുക്ക് ഈ വർഷം കെമിസ്ട്രി വേണ്ടി കൊടുക്കും, അങ്ങനെയാണോ? അല്ല, അതൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്താണ് ബാക്ക് സ്റ്റോറി? 2011 അതൊരു അവാർഡ്, ഒരാൾക്കൊരു എന്താണ് വ്യക്തിഗത അവാർഡ് കിട്ടിയതിന്റെ 100ാം വാർഷികമാണ് എന്തായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് ആഘോഷിക്കുന്നത്. 2011 എന്താണ് ഒരു വ്യക്തിക്ക് ഫേമസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള അവാർഡ്, കെമിസ്ട്രിക്ക് വേണ്ടി എന്താണ് ഒരു അവാർഡ് ലഭിച്ചതിന്റെ 100ാം വാർഷികം, ആ വ്യക്തിക്ക് ആ അവാർഡ് ലഭിച്ചതിന്റെ ഒരു ഓർമ്മയായിട്ടാണ് നമ്മൾ എന്താ ആഘോഷിക്കുന്നത്? 2011 ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? മേരി ക്യൂറി. മേരി ക്യൂറി പ്രത്യേകത എന്തുവാ? രണ്ട് വ്യത്യസ്ത മേഖല ഏതൊക്കെയാണ്? ഫിസിക്സിനും അതുപോലെ തന്നെ എന്താണ് കെമിസ്ട്രിക്ക്, രണ്ട് വ്യത്യസ്ത മേഖലകൾ ഒരുപോലെ നോബൽ എന്താണ് കൈവശമാക്കിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മേരി ക്യൂറി. വളരെ ഫേമസ് ആയിട്ട് നമുക്കെല്ലാം കൊച്ചിലെ തൊട്ട് നമ്മൾ പഠിക്കുന്നത്. കാരണം ഒരു മെയിൽ ഡോമിനന്റ് എന്താണ് നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് സയൻസ് എന്ന് പറയുന്നത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡായിട്ട് നിന്നപ്പോൾ തന്നെ അവരെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്ത മേഖല 90s 1903 എന്ത് ചെയ്യുന്നത് ഫിസിക്സിന് കിട്ടുന്നത്, അതുപോലെ തന്നെ 1911 എന്ത് ചെയ്യുന്നത് മേരി ക്യൂറിക്ക് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നത് നോബൽ കിട്ടുന്നത്. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അവരെല്ലാം തകിടം മറിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്ത മേഖലകളിൽ എന്താണ് നോബൽ കൈവശമാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മേരി ക്യൂറി നിന്ന്. അവർക്ക് ഏത് വർഷം കിട്ടി? 1911 എന്ത് ചെയ്യുന്നുണ്ട്? മേരി ക്യൂറിക്ക് എന്ത് കിട്ടുന്നുണ്ട്? കെമിസ്ട്രിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നോബൽ പ്രൈസ് കിട്ടുന്നത്. 1903 1903 ഫിസിക്സിലും അതുപോലെ തന്നെ എന്താണ് 1911 എന്ത് ചെയ്യുന്നുണ്ട്? കെമിസ്ട്രിയിലും എന്ത് ചെയ്യുന്നുണ്ട്? നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ 1911 മേരി ക്യൂറിക്ക് എന്താണ് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് ലഭിച്ചതിന്റെ 100ാം വാർഷികം. അത് പ്രമാണിച്ചാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? 2011 എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഘോഷിക്കുന്നത്. അപ്പോൾ മേരി ക്യൂറിക്ക് എന്താണ് നോബൽ കിട്ടിയതിന്റെ 100ാം വർഷം 100th സെഞ്ചുറി ആനിവേഴ്സറിയാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി കെമിസ്ട്രി നമ്മൾ പറയുമ്പോൾ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു പേര് നമ്മൾ ഫാദേഴ്സിനൊക്കെ പറഞ്ഞു വരുമായിരുന്നു. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി പറഞ്ഞു, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി പറഞ്ഞു. അവിടെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ആദ്യ ഒരു വാക്കാണ് എന്ന് പറയുന്നത് ആറ്റം. ആറ്റം ഇല്ലാതെ നമുക്ക് കെമിസ്ട്രിയെ പറയാൻ പറ്റത്തില്ല. ആറ്റത്തിനെ മാറ്റി നിർത്തി കെമിസ്ട്രി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന സാധനങ്ങളാണ് എന്ന് പറയുന്നത് ആറ്റവും അതുപോലെ തന്നെ എന്താണ് മോളിക്യൂളും. അപ്പോൾ ജോൺ ഡാൾട്ടനെ നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. എന്താണ്? ഫാദർ ഓഫ് ആറ്റം. ഫാദർ ഓഫ് ആറ്റം. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് അവിടെ നിന്ന് കയറ്റി പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഫാദർ ഓഫ് കെമിസ്ട്രി നമ്മൾ പറഞ്ഞു? റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാ? ആന്റോണി ലാവോസിയർ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി ആരാ? പ്രഫുല്ല ചന്ദ്ര റായ്. അതുപോലെ തന്നെ മറ്റൊരു ഫാദർ ഏതാ? ഫാദർ ഓഫ് ആറ്റം, ആറ്റങ്ങളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ എന്ത് ചെയ്യുന്നത്? അറ്റോമിക് തിയറി ഒക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊപ്പോസ് ചെയ്യുന്നത്. വൺസ് ക്ലാസ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അറ്റോമിക് തിയറി ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ അത് വിളിക്കുന്നതാണ് ഫാദർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ പിതാവ്. ഫാദർ ഓഫ് ആറ്റം എന്നാണ് നമ്മൾ ആരെ വിളിക്കുന്നത്? ജോൺ ഡാൾട്ടനെ വിളിക്കുന്നത്. ഇനി ജോൺ ഡാൾട്ടൺ ആണോ ശരിക്കും ആദ്യമായിട്ട് ആറ്റത്തിന്റെ പ്രൊപ്പോസ് ചെയ്തത്? അല്ല, അതിന് മുന്നേ എന്താണ് ഇന്ത്യയിൽ ഒരു ഋഷി വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എല്ലാ പദാർത്ഥങ്ങളും എന്താണ് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള മറ്റൊരു പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മുന്നേ പറഞ്ഞ വ്യക്തികളുണ്ട്. അതെ, ഇന്ത്യയിൽ പറഞ്ഞ വ്യക്തി ആരാണ്? അണു എന്ന് പറഞ്ഞ അണു എന്നാണ് എന്ത് ചെയ്തത്? അവരന്ന് അതിനെ വിശേഷിപ്പിച്ചത്. എന്താണ്? ഇൻഡിവിസിബിൾ ആറ്റം അല്ലെങ്കിൽ എന്താണ് അണു എന്നാണ് എന്ത് ചെയ്തത്? പുള്ളി വിശേഷിപ്പിച്ചത്. അത് ആരാ പറഞ്ഞത്? കണാദ മഹർഷി. അതാണ്
ഡാൾട്ടനൊക്കെയും അറ്റോമിക് തിയറി പ്രൊപ്പോസ് ചെയ്യുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, കണാദ മഹർഷി എന്ന് പറയുന്നത്. പുള്ളി സെയിം ഒരു സാധനം എന്ത് ചെയ്തു, പ്രൊപ്പോസ് ചെയ്തു. എന്താണ്, എല്ലാ പദാർത്ഥങ്ങളും എന്താണ് അവസാനം ചെല്ലുമ്പോൾ എന്താണ് ഇൻഡിവിസിബിൾ ആയിട്ടുള്ളൊരു വസ്തുവിലേക്ക് ചെന്നെത്തുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, കണാദ മഹർഷി. അദ്ദേഹത്തെ എന്താണ്, അദ്ദേഹം ആ പാർട്ടിക്കിൾ എന്താണ് വിളിച്ചത്, അണു. നമ്മളെല്ലാം പറയുന്നുണ്ട്, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു പരമാണു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അണു എന്താണ്, ഒരു ഇന്ത്യൻ ഒറിജിൻ വേർഡാണ്. അപ്പോൾ എന്താണ്, കണാദ മഹർഷിയാണ് എന്ത് പറയുന്നത്, കണാദ മഹർഷിയാണ് എന്ത് പറയുന്നത്, എല്ലാ പാർട്ടിക്കിളും എന്താണ് അവസാനം എന്താണ് ഒരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ട്, അത് തന്നെ അദ്ദേഹം എന്ത് വിളിച്ചോ, അണു എന്ന് വിളിച്ചു. സെയിം സാധനം തന്നെ എന്താണ് 1818 എന്ത് ചെയ്യുന്നുണ്ട്, ജോൺ ഡാൾട്ടൺ പ്രൊപ്പോസ് ചെയ്യുന്നു അറ്റോമിക് തിയറി ആയിട്ട്. ആയിട്ട് നമ്മൾ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു, ഫാദർ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നോക്കേണ്ടതാണ്, നമ്മൾ എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വരുന്ന മറ്റൊരു സാധനമാണ് ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചു വരുന്നൊരു സാധനമാണ് എന്താണ്, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടി വായിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഏതൊക്കെയായിരുന്നു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിനെ കുറിച്ചൊന്നും ഞാൻ ഇനി വീണ്ടും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്താണ്, നമ്മളെല്ലാം കാണുന്നതാണ് സോളിഡ് മാറ്റർ, അല്ലെങ്കിൽ എന്താണ് കരാവസ്ഥയിലുള്ള വസ്തുക്കൾ. അതായത് എന്താണ് വളരെ തിക്ക് ആൻഡ് റിജിഡ് ആയിട്ടുള്ള വസ്തുക്കൾ, എന്താണ് വളരെ കട്ടിയേറിയതും അതുപോലെ തന്നെ എന്താണ് ചെറിയൊരു ഫോഴ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ എന്താണ് രൂപം മാറ്റാത്ത വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോളിഡ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ നമുക്കറിയാം എന്താണ് ദ്രാവകാവസ്ഥ, എന്താണ് നമ്മളെ വാട്ടർ എന്താണ് ദ്രാവകാവസ്ഥയിൽ ഒരു സ്ഥലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒഴുകി പൊക്കിണ്ടേയിരിക്കും. അതുപോലത്തുള്ള എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ് വരുന്നു, ലിക്വിഡ് സ്റ്റേറ്റ് വരുന്നു. അതുപോലെ തന്നെ എന്താണ് തേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. എന്താണ് വായുവും നമ്മുടെ എയർ അറ്റ്മോസ്ഫിയർ എല്ലാം കൂടെ എന്താണ് അടങ്ങിയിരിക്കുന്ന ഗ്യാഷ്യസ്. 3 സ്റ്റേറ്റാണ് നമ്മൾ മെയിൻലി പ്രധാനമായിട്ട് നമ്മൾ കൊച്ചിലെ തൊട്ട് എന്താണ് നമ്മൾ 5ാം ക്ലാസ് മുതൽ കെമിസ്ട്രിയിൽ പഠിച്ചു വരുന്നതാണ് എന്ത് പറയുന്നത്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. എക്സാമിന് അങ്ങനെ അതിനെ റിലേറ്റഡ് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും എന്താണ് നമ്മൾ എല്ലാ സ്റ്റുഡൻസും എന്താണ് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. ഓൾ 3 സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടതാണ് ഈ 3 സ്റ്റേറ്റ്സിൽ, ഈ പറയുന്ന 3 സ്റ്റേറ്റ് എന്താണ് നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഏതാണ് ഖരം, ദ്രാവകം, അതുപോലെ തന്നെ എന്താണ് വായു, ഗ്യാഷ്യസ് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റ്. ഈ 3ലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഏതെന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എന്താണ് വാട്ടർ, നമ്മളെന്താണ് വെള്ളത്തെ നമ്മൾ എന്താണ് തണുപ്പിച്ച് എന്താക്കാറുണ്ട്, ഐസിന്റെ ക്യൂബ്സ് ആക്കി മാറും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് വെയിൽ സമയത്ത് എന്താണ് ഓടിപ്പോയി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കത്തില്ലേ, ഐസ്. എന്താണ് വെള്ളത്തെ തണുപ്പിച്ച് എന്താണ് ഒരു ഫ്രോസൺ സ്റ്റേറ്റിലാക്കി അല്ലെങ്കിൽ എന്താണ് ഒരു സോളിഡ് സ്റ്റേറ്റ് ആക്കി മാറ്റും. എന്താണ് ഐസാക്കി നമ്മൾ എന്താണ് വാട്ടറിനെ മാറ്റാറുണ്ട്. ഇനി നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചർ, നമ്മൾ സാധാരണ ഒരു റൂം ടെമ്പറേച്ചറിൽ നമ്മൾ കാണുന്ന വാട്ടറിന്റെ ഫോം ഏതാണ്, അത് ലിക്വിഡ് ഫോമാണ്. അതെന്താണ് നമ്മൾ കുപ്പിക്കകത്തിരിക്കുന്ന വെള്ളമായാലും തറയിൽ കൂടെ ഒഴുകുന്ന വെള്ളമായാലും എന്താണ് അത് ഒരു ദ്രാവകാവസ്ഥ, ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു റൂം ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വാട്ടറിനെ കാണാൻ പറ്റുന്നത്. ഇനി അത്യാവശ്യം നല്ലൊരു എന്താണ് ഹൈ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മുകളിൽ പോകുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് വാട്ടർ വേപ്പർ ആവുന്നുണ്ട്. വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് നീരാവിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 സ്റ്റേറ്റിൽ ഒരുപോലെ 3 സ്റ്റേറ്റിൽ സോളിഡ്, അതുപോലെ തന്നെ എന്താണ് ലിക്വിഡ്, അതുപോലെ തന്നെ എന്താണ് ഗ്യാസ്, 3 സ്റ്റേറ്റിലും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഏതെന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എന്താണ് ലോജിക്കലി നമുക്ക് എടുക്കാന്നുള്ള സാധനമേ ഉള്ളൂ. 3 സ്റ്റേറ്റിലും ഒരുപോലെ കാണുന്ന വസ്തുവാണ് ഏതെന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത്. ഇനി എത്രയും കാലം നമുക്കൊരു 3 സ്റ്റേറ്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയെന്ന്, അത്യാവശ്യം ഒരു +2 അല്ലെങ്കിൽ ഒരു 10th വരെ നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിൽ അപ്പുറത്തൊരു സ്റ്റേറ്റ് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ എവിടെ നിങ്ങൾ പുതിയതായിട്ട് 2 സ്റ്റേറ്റ്സും കൂടെ പഠിക്കുകയാണ്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, പ്ലാസ്മ എന്ന് വിളിക്കുന്നു. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ത് വിളിക്കുന്നു, നമ്മൾ അതിനെ പ്ലാസ്മ എന്ന് വിളിക്കുന്നു. എന്താണ് ഈ പ്ലാസ്മ? അയണൈസ്ഡ് ഗ്യാസ് വിത്ത് സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ്. എന്താണ് അയണൈസ്ഡ് ഗ്യാസ്, എന്താണ് ഹൈലി എന്താണ് ഒരു ചാർജ്ഡ് ആയിട്ടുള്ള എന്താണ് പാർട്ടിക്കിൾസ് ഒരു ഹയർ ടെമ്പറേച്ചറിൽ വരുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു യൂണിവേഴ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഒരു സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 2/3 എന്താണ് 2/3 ഭാഗവും 2 ഭാഗവും എന്താണ് വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുകയും 1/3 മാത്രം എന്താണ് കരയായിട്ടിരിക്കുന്ന ഒരു ഭൂമിയാണ് നമുക്കുള്ളത്. അതേസമയം നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 98% കംപ്രൈസ് ചെയ്തിരിക്കുന്ന ഏത് ഫോമിലാണ്, പ്ലാസ്മ സ്റ്റേറ്റിലാണ്. അത് പ്രീവിയസ്ലി നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. യൂണിവേഴ്സിന്റെ 98%, അതായത് നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തം 100% ഉണ്ടെങ്കിൽ 98% എന്ത് ഫോമിലാണെന്ന് ചോദിച്ചാൽ ഏത് ഫോമിലാണ്, പ്ലാസ്മ സ്റ്റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. കാരണം അത്രയും ഹയർ ടെമ്പറേച്ചർ, അതായത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇതാണ് വളരെ ചാർജ്ഡ് ആയിട്ടുള്ള അയണൈസ്ഡ് ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. വളരെ ഹൈ ടെമ്പറേച്ചർ, കാരണം ഇപ്പോൾ നമ്മൾ ഭൂമിക്ക് പുറത്ത് ഒരു അറ്റ്മോസ്ഫിയറിന് പുറത്ത് എന്താണ് ഒരു ഭൂമിയുടെ പുറം പ്രതലത്തിന് പുറത്തു പോയാൽ നമുക്കറിയാൻ പറ്റും വളരെ ഹൈ ടെമ്പറേച്ചറാണ് അവിടെ, വളരെ ഹൈ ടെമ്പറേച്ചറാണ് എന്ത് ചെയ്യുന്നത് ഗ്യാസസ് ഒക്കെയും എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ
ഒരു യൂണിവേഴ്സിന്റെ നമ്മളിപ്പോൾ മൊത്തം നോക്കിയാൽ നമുക്ക് ഒരു ലോജിക്ക് നമുക്ക് പറയാം എന്താണ് ഭൂമി മാത്രമാണ് അത്യാവശ്യം എന്താണ് തണുത്ത് എന്താണ് നമുക്ക് ആവാസ വ്യവസ്ഥ സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. ബാക്കി എന്താണ് എർത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് മൊത്തം എന്താണ് ഹയർ ടെമ്പറേച്ചർ നിൽക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിന്റെ ഒരു 98% ഏത് ഫോമാന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? പ്ലാസ്മ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ്? പ്ലാസ്മ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സിന്റെ 98% നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് സ്റ്റേറ്റ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചിലരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇതായിരിക്കും ഏതെന്ന് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ പ്ലാസ്മ നമുക്ക് പിന്നെ അറിയാം, നമ്മുടെ ബ്ലഡിന്റെ ബ്ലഡ് കൂടെ നമ്മൾ പറയുന്ന സാധനമാണ് പ്ലാസ്മ. ആ ഒരു സ്റ്റേറ്റിനാണ് എന്ത് വിളിക്കുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? അതെങ്കിലും കുറച്ച് പേർക്കെങ്കിലും പുതുതായിരിക്കും. എന്താണത്? സൂപ്പർ കൂളിംഗ് ഓഫ് ഗ്യാസ് ഓഫ് എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി അറ്റ് സൂപ്പർ ലോ ടെമ്പറേച്ചർ ആണ്. നമ്മൾ പ്ലാസ്മ നോക്കുകയാണെങ്കിൽ പ്ലാസ്മ നമുക്ക് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? വളരെ ഹൈ ടെമ്പറേച്ചർ, അതായത് എക്സ്ട്രീമിലി ഹൈ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. പക്ഷെ നേരെ റിവേഴ്സ് എന്താണ്? വളരെ സൂപ്പർ കൂളിംഗിലൂടെ എന്താണ് ഗ്യാസസിന്റെ സൂപ്പർ കൂളിംഗിലൂടെ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഏതാണ്? വളരെ സൂപ്പർ കൂളിംഗിലൂടെ ഹൈ സൂപ്പർ കൂളിംഗിൽ കൂടെ ഗ്യാസസിൽ വരുന്ന ഒരു രൂപമാറ്റമാണ് ഏതെന്ന് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ആരാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഇന്ത്യക്കാരനാണ്. ആരാ? സത്യേന്ദ്രനാഥ് ബോസ്. സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടെ ചേർന്ന് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അവരുടെ എന്താണ് ഓരോ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് വിളിക്കുന്നത്. സത്യേന്ദ്രനാഥ് ബോസും സത്യേന്ദ്രനാഥ് ബോസും അതുപോലെ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥ് ബോസും കൂടെ കണ്ടുപിടിക്കുന്ന ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ഏതെന്ന് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സൂപ്പർ ആറ്റം എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? എത്രയും കാലം നമുക്ക് 3 ആയിരുന്നു. എന്നാൽ ഇന്ന് തൊട്ട് എന്താണ് നമുക്ക് 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണുള്ളത്. ഏതാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് നമുക്കറിയാം. അതുപോലെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ്? പ്ലാസ്മ. ഹൈലി അയണൈസ്ഡ് ആൻഡ് എനർജറ്റിക് ഗ്യാസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. യൂണിവേഴ്സിന്റെ 98% കംപ്രൈസ് ചെയ്ത് എന്ത് വെച്ചാണ്? പ്ലാസ്മ വെച്ചാണ് കംപ്രൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഫോർത്ത് സ്റ്റേറ്റ് ആണ് പ്ലാസ്മ, ഫിഫ്ത്ത് സ്റ്റേറ്റ് ആണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഏതാണ്? സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടെ കണ്ടുപിടിച്ച വളരെ സൂപ്പർ കൂളിംഗിൽ മാത്രം നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അഥവാ നമ്മൾ എന്ത് വിളിക്കണം? നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സൂപ്പർ ആറ്റം എന്ന് വിളിക്കുന്ന ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ്? നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറഞ്ഞു. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനോടൊപ്പം ചേർന്ന് പറഞ്ഞ സാധനമാണ് എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ കെമിക്കലി നമുക്ക് അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? നമുക്ക് ഫിസിക്കലി ആൻഡ് കെമിക്കലി രണ്ട് രീതിക്ക് എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ പാരാമീറ്റേഴ്സും, അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു മാറ്ററിനെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് നോക്കാം. ആദ്യം നമുക്ക് എന്താണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലൊപ്പം തന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ്? ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ഒരു മാറ്ററിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സർ. പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് മിക്സറിനെ എന്താണ് നമുക്ക് ബ്രോഡ്ലി എന്താണ് മെയിൻലി നമുക്ക് എന്താണ് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു മാറ്ററിനെയും നമുക്ക് എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ് മിക്സർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതൊന്നും നമുക്ക് ഇനി ഒന്നേന്ന് പഠിപ്പിച്ചേണ്ട ആവശ്യം, നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഒരു പ്യുവർ സബ്സ്റ്റൻസ്? മറ്റൊരു ഇമ്പ്യൂരിറ്റീസ് ഇല്ല ഏത് വസ്തുവിന് സംബന്ധിച്ച്. ആ വസ്തുവല്ല മറ്റെന്ത് വന്നാലും എന്താണ് അതൊരു ഇമ്പ്യൂരിറ്റി ആണ്. ഇപ്പൊ നിങ്ങൾ എന്താണ് ഏതെങ്കിലും ഒരു ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു വസ്തുവിന്റെ ഇടയ്ക്ക് എന്താണ് വേറെ ഏത് വസ്തു ചേർത്താലും അത് എന്താണ് ഇമ്പ്യൂരിറ്റി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അഴുക്കല്ല ഇമ്പ്യൂരിറ്റീസ്. നമ്മൾ കെമിസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു സബ്സ്റ്റൻസിന്റെ അപ്പുറത്തുള്ള ഏതൊരു വസ്തു എന്താണ് അതിനെ സംബന്ധിച്ച് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പോൾ ഒരു ഇമ്പ്യൂരിറ്റീസും അടങ്ങാത്ത പ്യുവറായിട്ടിരിക്കുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ ഇത് വിളിക്കുന്നത് പ്യുവർ സബ്സ്റ്റൻസ്. പിന്നെ വരുന്നത് ഏതാണ്? മിക്സ്ചർ. നമുക്ക് അറിയാത്ത സാധനമൊന്നും അല്ലല്ലോ. നമ്മൾ ചായയുടെ കൂടെ എല്ലാവരും കഴിക്കുന്ന സാധനമാണ് ഏതാണ്? നമ്മൾ മിക്സർ എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞ് നമ്മൾ അതിനെ മിക്സർ ആക്കിയതാണ്. ശരിക്കും എന്താണ് പേര്? മിക്സ്ചർ. എന്താണ് മിക്സ്ചർ? നമുക്കറിയാം. നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു മിക്സർ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട്? കപ്പലണ്ടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ട്. നമ്മുടെ എന്താണ് പൊരിക്കടല, അതുപോലെ തന്നെ എന്താണ് നീളത്തിലുള്ള അതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഒരുപാട് വസ്തുക്കൾ ഒന്നിച്ച് ചേർത്ത് എടുക്കുന്നുണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? മിക്സ്ചർ എന്ന് വിളിച്ച് നമ്മൾ പറഞ്ഞ് എന്താക്കി അതിനെ മിക്സർ എന്നാക്കി. സെയിം സാധനം തന്നെയാണ്. മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ രണ്ടിലധികമോ വസ്തുക്കളെ എന്താണ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് എന്താണ് എടുക്കുന്നൊരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോഡ്ലി ഏതൊരു മാറ്ററിനെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് പിന്നെ എന്താണ് മിക്സർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസ് തന്നെ എന്താണ് നമ്മൾ വീണ്ടും എന്താണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? എലമെന്റ്സ് ആയിട്ടും പിന്നെന്താണ് കോമ്പൗണ്ട്സ് ആയിട്ടും. പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്? എലമെന്റ്സ് ആയിട്ടും പിന്നെ എന്തായിട്ട് കോമ്പൗണ്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇനി എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? മെറ്റൽസ് വരുന്നുണ്ട്. എന്താണ് പ്യുവർ ആയിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? മെറ്റൽസ് വരുന്നുണ്ട്, മെറ്റലോയിഡ്സ് വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? നോൺ മെറ്റൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ
പ്യുവർ സബ്സ്റ്റൻസ് വീണ്ടും നമ്മൾ എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? എലമെന്റ്സ് ആയിട്ടും പിന്നെ എന്താണ് കോമ്പൗണ്ട്സ് ആയിട്ട്. എലമെന്റ്സ് നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു? മെറ്റൽസ് നമുക്കറിയാം എന്താണ് ലോഹങ്ങൾ, എന്താണ് ഒരു നമുക്ക് ലോഹങ്ങൾ പറയാം. മെറ്റൽസിനെ കുറിച്ച് നമ്മൾ എന്താണ് സ്ഥിരം 2-3 പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് സൊണോറിറ്റി, എന്താണ് മുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഹാർഡ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് വഹിക്കുന്ന ഒരു വസ്തുവിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നോൺ മെറ്റൽസ് കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വസ്തുക്കളായിരിക്കും എന്ന് പറയുന്നത് നോൺ മെറ്റൽസ് എന്നത്. എന്തായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് സാധനങ്ങൾ, സൊണോറിറ്റി ഉണ്ടാകില്ല, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അങ്ങനത്തെ വസ്തുവിന് നമ്മൾ എന്ത് പറയും? നോൺ മെറ്റൽസ് എന്ന് പറയും. പിന്നെ മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും എന്താണ് സവിശേഷതകൾ ഒരുപോലെ കാണിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്ത് വിളിക്കും? മെറ്റലോയിഡ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ മെറ്റൽസിനെ നമുക്ക് കാണാൻ പറ്റും, മെറ്റലോയിഡ്സിനെ നമുക്ക് കാണാൻ പറ്റും, പിന്നെ അതുപോലെ എന്താണ് നോൺ മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇനി കോമ്പൗണ്ട്സ് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട്സ് നോക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഓർഗാനിക്കും അതുപോലെ എന്താണ് ഇൻഓർഗാനിക്കും. ഓർഗാനിക് ഇന്നിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ഇപ്പൊ കൃഷിയൊക്കെ നോക്കുകയാണെങ്കിൽ ഏത് കട നോക്കിയാൽ നമുക്ക് എന്താണ് ഓർഗാനിക് പച്ചക്കറികൾ എന്നൊക്കെ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നത് നോക്കാൻ പറ്റും. അപ്പോൾ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്താണ്? പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നട്ടുവളർത്തിയ ഭക്ഷ്യവസ്തുക്കളാണ് അവർ ഓർഗാനിക് പച്ചക്കറികൾ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്താണ് ഓർഗാനിക് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇൻഓർഗാനിക് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവനില്ല, നോൺ ലിവിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നിന്ന് ഒബ്റ്റെയിൻ ചെയ്തതിനെ നമ്മൾ എന്ത് പറയും? ബ്രോഡ്ലി ജസ്റ്റ് എന്താണ് ഒരു ബേസ് ലെവലിൽ പറയുവാണെങ്കിൽ അത്രയാണ് ഞാൻ പറഞ്ഞത്. അതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, സ്റ്റിൽ പറയുവാണെങ്കിൽ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, എന്താണ് നമ്മുടെ കാർബൺ ഉൾപ്പെടെ വരുന്ന ലിവിംഗ് സബ്സ്റ്റൻസ് നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ഓർഗാനിക് എന്ന് വിളിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ എന്തായിട്ട് വിളിക്കുന്നുണ്ട്? ഇൻഓർഗാനിക് എന്ന് വിളിക്കുന്നത്. ഇനി മിക്സ്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ മിക്സർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് മിക്സ്ചേഴ്സ് 2 ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹോമോജീനസ് മിക്സറും വരുന്നുണ്ട്, പിന്നെ എന്താണ് ഹെട്രോജീനസ് മിക്സറും വരുന്നുണ്ട്. ഹോമോജീനസ് മിക്സറും വരുന്നുണ്ട്, പിന്നെ അതാണ് ഹെട്രോജീനസ് മിക്സറും വരുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മിക്സറിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോമോജീനിയസ് മിക്സർ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഹെട്രോജീനസ്, എന്താണ് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരുപോലെ ആയിരിക്കില്ല, അത് മിക്സ് ചെയ്തിരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോജീനസ് മിക്സർ എന്ന് വിളിക്കും. അപ്പോൾ ഒരു മാറ്റർ എടുത്താൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻലി നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്യുവർ സബ്സ്റ്റൻസ് അതുപോലെ തന്നെ എന്താണ് മിക്സ്ചർ. പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്? എലമെന്റ്സും കോമ്പൗണ്ട്സും ആയിട്ട്. എലമെന്റ്സ് നമ്മൾ വീണ്ടും എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? മെറ്റൽസ്, മെറ്റലോയിഡ്സ്, പിന്നെ എന്താണ് നോൺ മെറ്റൽസ്. കോമ്പൗണ്ട്സ് നോക്കുകയാണെങ്കിൽ എന്താണ് ഓർഗാനിക്കും ഇൻഓർഗാനിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിക്സർ നോക്കുകയാണെങ്കിൽ അതൊക്കെയാണ് ഹോമോജീനസ് മിക്സർ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹെട്രോജീനസ് മിക്സർ നമുക്ക് വരുന്നുണ്ട്. ഡീറ്റെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് matter which cannot be separated into other kinds of matter by any physical process. ഏതെങ്കിലും ഒരു ഫിസിക്കൽ മെത്തേഡ് വഴി ഒരു വസ്തുവിന് എന്താണ് അതിന്റെ ഡിഫറെന്റ് കൈൻഡ് ആയിട്ട് മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് എന്താണ് കമ്പോണൻസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. ഒരു ഫിസിക്കൽ പ്രോസസ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ അതിന്റെ എന്താണ് ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് കൈൻഡ് ഓഫ് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. പ്യുവർ സബ്സ്റ്റൻസ് നോക്കുമ്പോൾ എന്താണ് അതേ നമ്മൾ പറഞ്ഞ എന്താണ് മെയിൻലി 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? എലമെന്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് കോമ്പൗണ്ട്സ്. എലമെന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോമ്പൗണ്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യാറുണ്ട്. എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? എ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓൺലി ഓഫ് വൺ ടൈപ്പ് ഓഫ്, ഒരേ ടൈപ്പിലുള്ള ആറ്റം മാത്രമാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എലമെന്റ് എന്ന് വിളിക്കും. നമുക്കറിയാം എന്താണ് നമുക്ക് ഒരുപാട് എലമെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാറുണ്ട്. നമ്മളെ പീരിയോഡിക് ടേബിളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് എലമെന്റ്സ്, ഒരു 118 എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പീരിയോഡിക് ടേബിൾസിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ആറ്റം മാത്രം കൊണ്ട് ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നില്ല, അതിനെ നമ്മൾ എന്ത് വിളിക്കും? എലമെന്റ്സ് എന്ന് വിളിക്കുക. പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ്, ഒരേ ടൈപ്പിലുള്ള ആറ്റം മാത്രം അടങ്ങിയിരിക്കുന്ന അതിനെ എന്ത് വിളിക്കും? നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ എന്താണ്? ഹീലിയം, H എന്താണ്? ഹീലിയം. അതുപോലെ എന്താണ്? ഗോൾഡ്, സിൽവർ, ഇതൊക്കെ എന്താണ്? ഗോൾഡ് അടങ്ങിയിരിക്കുന്നതാണ്. ഗോൾഡിന്റെ ആറ്റംസ് മാത്രം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗോൾഡ് പാർട്ടിക്കിൾസ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് മാത്രം എന്താണ് ആറ്റംസ് വെച്ച് എന്താണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ എലമെന്റ് എന്ന് വിളിക്കും. ഇനി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പ്യുവർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ കമ്പോസ്ഡ് ബൈ 2 or more different element. എന്താണ്? 2 or more different type of atom അല്ലെങ്കിൽ എലമെന്റ്സ് കൊണ്ട് എന്താണ് ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ചുമ്മാ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിരിക്കില്ല, വ്യക്തമായ ഒരു പ്രൊപ്പോർഷനിലൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിരിക്കാൻ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മിക്സേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ കമ്പോസ്ഡ് ബൈ 2 or more different elements in a fixed proportion. ഫിക്സഡ് പ്രൊപ്പോർഷനിൽ അടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അതിനെ വീണ്ടും നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്? ഓർഗാനിക് ആയിട്ടും ഇൻഓർഗാനിക്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ കുറച്ച് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് വാട്ടർ കിട്ടുമോ? ഇല്ല. എന്താണ്?
H2O, 2 ഹൈഡ്രജൻ മോളിക്യൂളും 1 ഓക്സിജൻ മോളിക്യൂൾ, അത് ചേർന്നാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ കിട്ടത്തുള്ളൂ. H2O എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ, ഒരു ഫിക്സഡ് നിശ്ചിതമായിട്ടുള്ള ഒരു അളവിൽ ഡിഫറെന്റ് എലമെന്റ്സ് ഫോം ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇനി അവനത്തിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓർഗാനിക് ആയിട്ടും ഇൻഓർഗാനിക് ആയിട്ടൊക്കെ എന്താണ് ഡിവൈഡ് ചെയ്യാറുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എന്താണ് വ്യത്യാസം ഓർഗാനിക്കും ഇൻഓർഗാനിക്കും തമ്മിൽ, എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് വ്യത്യാസം വരുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒബ്റ്റൈൻഡ് ഫ്രം ലിവിംഗ് സോഴ്സസ്, ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന്. ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. അതെന്താണ്, ഹൈഡ്രോ കാർബൺ ആൻഡ് ദെയർ ഡെറിവേറ്റ്സ്, എന്താണ് ഹൈഡ്രജന്റെയും കാർബണിന്റെയും ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഫോം ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, ഫോം. എക്സാമ്പിൾ പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ് നോക്കുക, എന്തുണ്ട്, കാർബൺ ഉണ്ട്, ഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ നോക്കുകയാണെങ്കിലും ഫാറ്റ് നോക്കണം. ഇതൊക്കെ ഇതെല്ലാം മേക്കപ്പ് ചെയ്തിരിക്കുന്ന എന്തിന്റെ മോളിക്യൂൾസ് ഉണ്ടാ, കാർബന്റെയും ഹൈഡ്രജന്റെ ഒക്കെ അതിന്റെ ഡെറിവേറ്റീവ്സും ഒക്കെ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ്, ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യാൻ, ലിവിംഗ് സോഴ്സസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്തായിരിക്കും, ഓർഗാനിക് നമ്മൾ ലിവിംഗ് സോഴ്സ് ആണെങ്കിൽ ലോജിക്കലി നമുക്ക് പറയാം എന്താണ്, ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോൺ ലിവിംഗ് സോഴ്സസിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മാർബിൾ എന്താണ്, ഒരു കല്ലാണ്, ജീവനുള്ള വസ്തുവാണോ, അല്ല. കല്ലെന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു വസ്തുവല്ല. അതുപോലെ എന്താണ്, ബേക്കിംഗ് സോഡ ഒരു ജീവനുള്ള വസ്തുവല്ല. അതുപോലെ എന്താണ്, സാൾട്ട്, നമ്മുടെ സോഡിയം ക്ലോറൈഡ് NaCl, സാധാരണ കോമൺ സോൾട്ട്, ഇതൊക്കെ എന്താണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പോൾ ജീവനുള്ള ഒരു വസ്തുവിൽ നിന്ന് നമ്മളൊരു എന്താണ് ഒരു കോമ്പൗണ്ട് ഒബ്റ്റെയിൻ ചെയ്തെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നു. എന്താണ്, അത് എന്തായിരിക്കും, ഹൈഡ്രോ കാർബണോ അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. ഇനി ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കും, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. ഇനി മിക്സർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് 2 or more substances in any proportion, ഏതെങ്കിലും കണക്കിന്. എന്താണ്, ഇപ്പോൾ ഒരു മിക്സറിൽ ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ ചില കടയിൽ നിന്ന് ചില ബേക്കറിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, കപ്പലണ്ടി ആയിരിക്കും കൂടുതൽ, ചില കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, നമ്മുടെ മഞ്ഞക്കടലായിരിക്കും കൂടുതൽ, ചിലപ്പോൾ വെളുത്തുള്ളി ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൂടുതൽ, ചിലടത്ത് മധുരമായിരിക്കും, ചിലടത്ത് എന്തായിരിക്കും എരി കുറവായിരിക്കും, എരി കൂടുതലായിരിക്കും. ഒരു കണക്കുമില്ല, ആർക്ക് ഇഷ്ടമുള്ള രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ശരിക്കും മിക്സർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ obtained by mixing 2 or more substances in any proportion. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതാണോ കടക്കാരൻ നിർമ്മിക്കുന്നത് അവന്റെ ഇഷ്ടമാണ് എന്ത് ചെയ്യുന്നത്, എത്ര കടല ചേർക്കണം, അല്ലെങ്കിൽ എത്ര കപ്പലണ്ടി ചേർക്കണം, എത്ര എരി ചേർക്കണം എന്നുള്ള അവരുടെ സൗകര്യമാണ്. എനി പ്രൊപ്പോർഷൻ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്ത് നമുക്ക് എന്തായിട്ട് വിൽക്കുന്നു, മിക്സറായിട്ട് വിൽക്കുന്നു. അപ്പോൾ എന്താണ്, ഏതെങ്കിലും 2 or more substances, രണ്ടോ രണ്ടിലധികമോ വസ്തുക്കൾ ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനകത്ത് മെയിൻലി നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, ഹോമോജീനസ്, അതുപോലെ തന്നെ എന്താണ് ഹെട്രോജീനസ് ആയിട്ട് മിക്സ് ചെയ്യാറുണ്ട്, എന്താ ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഹോമോജീനസ് എന്താണ്, സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടായിരിക്കും, എന്താണ് ഫിക്സഡ്, എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കാനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോമോജീനസ് വിളിക്കുന്നത്. എന്താണ്, ഒരു സൊല്യൂട്ടും കാണും, ഒരു സോൾവെന്റും കാണും. ഇപ്പൊ നമ്മൾ എന്താണ് വെള്ളത്തിലും എന്താണ് നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ എന്താണ് ഉപ്പ് കലക്കുവാണെങ്കിൽ എന്താണ് മൊത്തത്തിൽ അത് കലങ്ങുവാണ്. ഇപ്പൊ നമ്മൾ നാരങ്ങ വെള്ളത്തിൽ എന്താണ് ഉപ്പ് നമ്മൾ പഞ്ചസാരയിട്ട് കലക്കാന്ന് വെച്ചോ, നമ്മൾ മുകളിൽ നിന്ന് ഇത്തിരി കുടിച്ചാലും താഴ്ന്ന് കുടിച്ചാലും എന്താണ് എല്ലായിടത്തും ഒരേപോലെ മധുരമായിരിക്കുമല്ലോ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോമോജീൻസ്. എന്താണ് അവിടെ എന്താണ് നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് സോൾവെന്റും, നമ്മളിടുന്ന പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, സൊല്യൂട്ടാണ്. അതായത് ഒരു സാധനം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അടിമുടി ഏറ്റവും ടോപ്പിൽ നിന്ന് എടുത്താലും ടോപ്പിൽ നിന്ന് ഒരു 5 ml എടുത്ത് കുടിച്ചാലും താഴ്ന്ന ഒരു 5 ml കുടിച്ചാലും നടുക്കുന്ന കുടിച്ചാലും എന്ത് ചെയ്യണം, നമുക്ക് ഒരേ ടേസ്റ്റ് ഇടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹോമോജീനസ് മിക്സർ എന്ന് വിളിക്കുന്നത്. ഇനി ഹെട്രോജീനസ് മിക്സർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു ഡിസ്പേസ്ഡ് ഫേസും ഉണ്ടായിരിക്കും, പിന്നെ എന്തായിരിക്കും ഒരു ഡിസ്പേസ്ഡ് മീഡിയം ഉണ്ടായിരിക്കും. ഡിസ്പേസ്ഡ് ഫേസ് കാരണം ഒരുപോലെ അവിടെ മിക്സിങ് നടക്കണമെന്നില്ല. ഇപ്പൊ നമ്മുടെ എന്താണ് പറയുകയാണെങ്കിൽ ഹെട്രോജീനസ് നമ്മുടെ ചരലും മണ്ണൊക്കെ അടങ്ങിയ ഒരു മിക്സർ, അവിടെ ചിലപ്പോൾ എന്തായിരിക്കും താഴെയായിരിക്കും ചിലപ്പോൾ എന്താണ് ചെളി കൂടുതലും, മുകളിൽ എന്തായിരിക്കും കുറച്ചും കൂടെ തെളിഞ്ഞ വെള്ളമായിരിക്കും. അതിനെ ഒരിക്കലും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റത്തില്ല, ഒരു ഹെട്രോജീനസ് മിക്സർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിളിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഒരു ഹോമോജീനസ് മിക്സർ ആയിരിക്കണം എന്ത് ചെയ്യണം, അത് യൂണിഫോമിൽ എന്തായിരിക്കണം ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. യൂണിഫോമിലി എന്താണ് ഒരു സോൾവെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ എന്താ ഉണ്ടായിരിക്കും ഒരു സൊല്യൂട്ടും ഉണ്ടായിരിക്കും. യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണമെങ്കിൽ നമ്മളൊക്കെ തന്നെ എന്ത് വിളിക്കാൻ പറ്റും, ഹോമോജീനസ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഈക്വൽ ആയിട്ടല്ല അത് മിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഹെട്രോജീനസ് മിക്സർ എന്ന് വിളിക്കും. ഹോമോജീനസിലാണെങ്കിൽ എന്താണ് വരുന്നത്, സൊല്യൂട്ടും സോൾവെന്റുമാണ് വരുന്നത്. ഹെട്രോജീനസ് മിക്സർ ആണെങ്കിൽ എന്താണ് ഡിസ്പേസ്ഡ് ഫേസും അതുപോലെ തന്നെ എന്താണ് ഒരു ഡിസ്പേസ്ഡ് മീഡിയം ആയിരിക്കും ഉണ്ടാകുന്നത്. എന്തിനാണോ നമ്മൾ കലർത്തുന്നത് അതിന് എന്തായിരിക്കും ഡിസ്പേസ്ഡ് ഫേസ് എന്ന് പറയും. എന്തിനാണോ കടത്തുന്നത് അതിന് നമ്മൾ എന്തായിരിക്കും ഡിസ്പേസ്ഡ് മീഡിയം എന്ന് പറയും.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് യൂണിഫോം കമ്പോസിഷൻ ത്രൂ ആയിട്ട് എന്താണ് നമ്മളിപ്പോൾ മുകളിൽ നിന്ന് എടുത്ത് ഇത്തിരി നാരങ്ങ കുടിച്ചാലും താഴെ നിന്ന് കുടിച്ചാലും എന്താണ് ഒരേ ടേസ്റ്റ് യൂണിഫോമിൽ കമ്പോസ് ചെയ്യുകയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹോമോജീനിയസ് മിക്സർ എന്ന് വിളിക്കുന്നത്. നോ വിസിബിൾ ബൗണ്ടറി നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് എന്താണ് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര കിടക്കുന്നത് അവിടെ ഒരു സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ മണ്ണെണ്ണ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ വെള്ളം നമ്മൾ മിക്സ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് മണ്ണെണ്ണ കുറച്ച് പൊങ്ങി കിടക്കും, വെള്ളം എന്ത് ചെയ്യും താഴെ കിടക്കും. ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ലെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത്തിരി നാരങ്ങ വെള്ളം അല്ലെങ്കിൽ എന്താണ് ഉപ്പ് വെള്ളം കലക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെപ്പറേറ്റ് ബൗണ്ടറി കാണാൻ പറ്റും ഇല്ല. വെള്ളത്തിൽ അതങ്ങ് അലിഞ്ഞ് ചേർന്ന് എന്താണ് ഈക്വലി അങ്ങ് ഡിസ്ട്രിബ്യൂട്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹോമോജീനസ് മിക്സ് എന്നത്. എന്താണ് യൂണിഫോം കോമ്പോസിഷൻ. അതുപോലെ എന്താണ് നോ വിസിബിൾ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ കോൺസ്റ്റന്റ്. എന്തൊക്കെയാണോ കോൺസ്റ്റുവൻസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ബൗണ്ടറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി ഹെട്രോജീനിയസ് മിക്സർ ആണെങ്കിലോ ഹെട്രോജീനിയസ് മിക്സർ എന്താണ് ഹാവ് നോൺ യൂണിഫോം കോമ്പോസിഷൻ. എന്താണ് യൂണിഫോം അല്ലാത്തൊരു കോമ്പോസിഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഹെട്രോജീനിയസ് മിക്സറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വിസിബിൾ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ കോൺസ്റ്റന്റ്. എന്താണ് വിസിബിൾ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ കോൺസ്റ്റന്റ്. ഇപ്പൊ എന്താണ് നമ്മൾ സാൻഡ് സാൾട്ട് ഷുഗർ ഒക്കെ എന്താണ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോന്നിനെ നമുക്ക് എന്താണ് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചറിയാൻ വേണ്ടി പറ്റും. എന്താണ് വിസിബിൾ ആയിട്ടുള്ള എന്താണ് ഒരു പർട്ടിക്കുലർ ബൗണ്ടറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ ഈക്വലി ഒരുപോലെ എന്താണ് മിക്സ് ആയി അതുപോലെ എന്താണ് നോ വിസിബിൾ ബൗണ്ടറീസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും ഹോമോജീനസ് മിക്സർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു ഹെട്രോജീനസ് മിക്സർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മിക്സേഴ്സിനെ നോക്കി. അപ്പം നമുക്ക് അടുത്തിന് നോക്കേണ്ടത് ഇവരെ എങ്ങനെ വേർതിരിക്കാം, സെപ്പറേഷൻ ഓഫ് മിക്സർ. ഈ മിക്സറുകളെ നമുക്ക് എങ്ങനെ വേർതിരിക്കാം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്സ് എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഈ മിക്സേഴ്സിന്റെ സെപ്പറേഷൻ മെത്തേഡ് എന്ത് ചെയ്യുക വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. എന്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്. ബാക്കി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏത് ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഒരു ലോജിക്ക്, ഒരു സാധാരണ ഒരു ബേസിക് നമ്മളൊരു പഠിച്ച ഒരു ഓർമ്മ വെച്ചോ അല്ലെങ്കിൽ ബേസിക് ലോജിക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് എന്ത് ചെയ്യുക ഏതൊക്കെയാണ് മെത്തേഡ്സ് അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് എന്ത് ചെയ്യുക പഠിച്ചത്. കാരണം നമുക്ക് അവിടെ നമുക്കൊരു ലോജിക്ക് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് എന്ത് ചെയ്യുക കൂടെ ഫോളോ അപ്പ് ചെയ്ത് വരിക. അപ്പോൾ മിക്സറിന്റെ സെപ്പറേഷൻ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് ടൈപ്പ് എന്താണ് മെത്തേഡ്സ് ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഫിൽട്രേഷൻ എന്താണ് നമുക്ക് ഫിൽട്രേഷൻ എന്താണ് നമ്മൾ സാധാരണ എന്താ രാവിലെ അമ്മ നീറ്റ് എന്താണ് ചായ ഇട്ട് നമുക്ക് അരിച്ചെണ്ട് തരത്തില്ലേ സെയിം സാധനം അത്രയും മാത്രം ഓർത്താൽ മതി. എന്താണ് ഫിൽട്രേഷൻ എന്താണ് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ക്രിസ്റ്റലൈസേഷൻ നമ്മുടെ സ്കൂളിലൊക്കെ ഒരുപാട് പണ്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ എന്താണ് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ എന്താണ് ക്രിസ്റ്റലൈസേഷൻ പഠിപ്പിക്കാൻ വേണ്ടി അവരെന്ത് പറഞ്ഞു നിങ്ങൾ കടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു എല്ലാവരും കൂടെ കൊണ്ടുവന്നൊരു എന്താണ് നമ്മളൊരു തുറന്നൊരു ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ട് എന്താണ് സൂര്യന്റെ പുറത്ത് വെച്ചിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ അവരെന്ത് ചെയ്തു വെള്ളമൊക്കെ വറ്റി പോയിട്ട് ചെറിയ ഈ സാൾട്ടിന്റെ എന്താണ് ഉപ്പിന്റെ ചെറിയ പല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി കാണാൻ പറ്റും. അന്ന് ഞാൻ ഓർത്തതാണ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിസ്റ്റലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് ഡിസ്റ്റിലേഷൻ നമ്മളെ സംബന്ധിച്ച് ഒട്ടും പരിചിതമല്ലാത്തൊരു വാക്കല്ല എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ. കേരളക്കാരെ സംബന്ധിച്ച് എന്താണ് ഡിസ്റ്റിലേഷൻ ഒന്നും നമുക്ക് പുത്തിരിയുള്ള ഒരു വാക്കൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്. ഏതാണ് ലിറ്ററൽ നമ്മൾ പറയുന്നതാണെങ്കിൽ വാറ്റ് സെയിം സാധനം തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് ക്രൊമാറ്റോഗ്രാഫി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് സെഡിമെന്റേഷൻ മെത്തേഡ് എന്താണ് ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കലങ്ങി വരുവാണെങ്കിൽ അമ്മമാരൊക്കെ പറയാം മക്കളെ 2 ബക്കറ്റ് വെള്ളം പിടിച്ച് എന്താണ് അതൊന്ന് താഴട്ടെ അല്ലെങ്കിൽ അതൊന്ന് സെറ്റിലാവട്ടെ എന്ന് പറയാം. സെയിം മെത്തേഡ് തന്നെ. ഇത് കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല അവർ അടുക്കള ഭരിക്കുന്നത്, എന്നാൽ അവർക്കറിയാം സംഭവം എന്താണെന്ന് അവർക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സെഡിമെന്റേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഏതാണ് സബ്ലിമേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഏതാണ് സെൻട്രിഫിക്കേഷൻ ഇപ്പോൾ ലാബിലൊക്കെ പോയിട്ടുള്ളതാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സെൻട്രിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഏതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഫിൽട്രേഷൻ. എന്താണ് ഫിൽട്രേഷൻ? ഫോർ ക്വിക്ക് ആൻഡ് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ഫ്രം എ ലിക്വിഡ്. എന്താണ് വ്യക്തമായിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് എന്താണ് വലിയ എന്താണ് ലാർജ് സോളിഡ് പാർട്ടിക്കിൾസ് എന്താണ് ഒരു ലിക്വിഡിൽ നിന്ന് അരിച്ചു മാറ്റുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫോർ ക്വിക്ക് ആൻഡ് വളരെ പെട്ടെന്നാണ് നമുക്കിപ്പോൾ നമ്മൾ ചായക്കൊത്തൊക്കെ എന്താണ് ചായ ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അമ്മമാരൊക്കെ എന്ത് ചെയ്യും ചായ ഒരു അരിപ്പൊരി എടുക്കുമ്പോൾ ചായക്കൊത്തൊക്കെ വിളി കളഞ്ഞിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യും ചായ. പക്ഷെ നമുക്ക് നോക്കിയറിയാം ചെറിയ നമ്മൾ ചായ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് പറയുന്ന താഴെ നമുക്ക് മട്ടി എന്ന് പറയുന്ന സാധനം വരും. എന്താണ് കുറച്ച് നൈസ് ആയിട്ടുള്ള ലൈറ്റർ ആയിട്ടുള്ള പാർട്ടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും ചായയുടെ അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യും ഫിൽട്രേഷൻ ഉപയോഗിക്കും. ഫോർ ക്വിക്ക് ആൻഡ് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ഫ്രം എ ലിക്വിഡ്. എന്താണ് വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ എന്താണ് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുവരെ റിമൂവ് ചെയ്യാൻ പറ്റും. പാസിംഗ് ദ സസ്പെൻഷൻ ത്രൂ എ ഫിൽറ്റർ പേപ്പർ. നമ്മളവിടെ ചായ ഇരിക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ അരിപ്പയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എവിടെ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഫിൽറ്റർ പേപ്പർ. എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഫിൽറ്റർ പേപ്പർ എന്താണ് കോണ് പോലെ അടക്കി ഫണലിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, വിചാരിക്കുന്നതല്ല അത്ര എന്താണ് വലിയ പാർട്ടിക്കിൾസ് മാത്രമല്ല എന്താണ് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ മൈക്രോട്ടായില്ല വളരെ തീരെ മൈക്രോട്ടായിട്ടുള്ളതല്ല എന്നാലും ഒരു അത്യാവശ്യം ഒരു ലാർജ് റേഞ്ച് വരെ എന്താണ് നമുക്ക് പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിൽറ്റർ പേപ്പർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാൻ വേണ്ടി പറ്റും. അപ്പോൾ
എന്താണ് ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് എന്താണ് ഇപ്പോൾ ഒരു മിക്സർ ഓഫ് സോളിഡ് ലിക്വിഡിന്റെ സോളിഡിന്റെ മിക്സർ എന്താണ് ടണലിനകത്ത് വെച്ചിട്ടുള്ള എന്താണ് ഈ ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടെ എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് അവിടെ വരുമ്പോൾ ഫിൽറ്റർ പേപ്പറിനകത്ത് എന്ത് ചെയ്യാണ് ചെറിയ ചെറിയ സോളിഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും അവിടെ തങ്ങുന്നു. ബാക്കി എന്താണ് ഫിൽട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു ബാക്കി സാധനങ്ങൾ താഴെ വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചെളി വെള്ളമൊക്കെ വരുമ്പോൾ നമ്മൾ സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ എന്താണ് 2-3 സ്റ്റെപ്പ് ലെയർ എന്താണ് ഏറ്റവും മുകളിൽ ഗ്രാവൽ, അതിൻ്റെ താഴെ സാൻഡ്, അതിൻ്റെ താഴെ ചകിരി, അങ്ങനെയൊക്കെ 2-3 സ്റ്റെപ്പ് ലെയർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ നിന്നുള്ള മണ്ണൊക്കെ മാറ്റി അരിച്ചൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. സെയിം ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയറിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വീട്ടിലൊക്കെ വലിയ വലിയ ഇതിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട് സോളിഡ് എന്താണ് ലിക്വിഡിൽ കിടക്കുന്ന സോളിഡ് പാർട്ടിക്കിൾസിനെ മാറ്റുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ. വേറെ ഒന്നും നോക്കേണ്ട, രാവിലെ അമ്മ ചായ ഇട്ടുണ്ട് വരുന്നത് അത്രയും മാത്രം ഓർത്താൽ മതി, ഫിൽട്രേഷനായി. അടുത്ത ഏതാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് യൂസ് ടു സെപ്പറേറ്റ് എ മിക്സർ ഓഫ് സോളിഡ് വിത്ത് ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ സോളിഡ്. മറ്റൊരു സോൾവെന്റ് ഉപയോഗിച്ച് എന്താണ് സോളിഡ് തന്നെ മാറ്റുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സെപ്പറേഷൻ ഓഫ് എ മിക്സർ ഓഫ് ഷുഗർ ആൻഡ് സാൾട്ട് ബൈ ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഷുഗറിന്റെയും സാൾട്ടിന്റെയും എന്താണ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും. എന്താണ് ഏറ്റവും ഈഥൈൽ ആൽക്കഹോൾ ഇരിക്കുമ്പോൾ എന്താണ് സോൾട്ടിന്റെയും അതായത് എന്താണ് സോൾട്ടിന്റെയും പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും ക്രിസ്റ്റലൈസ് ചെയ്ത് എന്ത് ചെയ്യും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും ക്രിസ്റ്റൽ ഫോമിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും വേർതിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഹീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു സോൾവെന്റിൻ്റെ അകത്ത് ഇമ്പ്യൂർ സോളിഡ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്താണ് നമുക്ക് വാട്ടർ ഹീറ്റ് ചെയ്ത് എന്താ വാട്ടർ എന്ത് ചെയ്യും വാട്ടർ വേപ്പറായിട്ട് പോകും. പക്ഷെ എന്ത് ചെയ്യത്തില്ല സോളിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും റെസിഡ്യൂ ആയിട്ട് എന്ത് ചെയ്യും താഴെ തന്നെ കിടക്കും. ഹീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിസ്റ്റലൈസേഷൻ ഒക്കെ ക്രിസ്റ്റൽസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉപ്പുപാടങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ ലാർജ് എന്താണ് ഉപ്പുപാടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും കടലിലെ വെള്ളം എന്ത് ചെയ്യും അതുപോലെ അവിടെ കയറ്റി ഇട്ടിട്ട് എന്ത് ചെയ്യും തലയണ കെട്ടി നിർത്തിയിരിക്കും. അപ്പോൾ എന്താണ് സൂര്യൻ്റെ വെയിലൊക്കെ അടിച്ച് എന്ത് ചെയ്യും വാട്ടർ വേപ്പേഴ്സ് എന്ത് ചെയ്യും വാട്ടർ എന്ത് ചെയ്യും വാട്ടർ വേപ്പറായിട്ട് പൊങ്ങുകയും അതുപോലെ എന്താണ് ബാക്കി വരുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും ബൈ ഓൺ ഗോയിങ് ടൈം പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും അവരൊക്കെ എന്തായിട്ട് മാറും വലിയ വലിയ സോൾട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് എന്ത് ചെയ്യും മാറും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്രിസ്റ്റലൈസേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസ്റ്റിലേഷൻ നമുക്ക് ഏറ്റവും നല്ല അത്യാവശ്യമുള്ളെങ്കിൽ നമുക്ക് പരിചയമുള്ളൊരു സാധനം ആയിരിക്കും എന്താണ് ഡിസ്റ്റിലേഷൻ. സിമ്പിൾ മലയാളത്തിൽ പറയുന്നത് എന്താണ് നമ്മൾ വാറ്റാൻ ഉപയോഗിക്കുന്ന സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് മിക്സേഴ്സ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ വോളറ്റൈൽ ഓഫ് കോമ്പൗണ്ട്സ് ഇൻ എ ബോയിൽ ലിക്വിഡ് മിക്സർ. എന്താണ് ബോയിൽ ചെയ്യുന്ന ഒരു ലിക്വിഡ് മിക്സർ എന്താണ് അവരുടെ വോളറ്റൈൽ ഡിഫറൻസ് അതായത് ഓരോ വസ്തുക്കൾ ഓരോ ലിക്വിഡ് എന്താണ് തിളനില ഓരോ ലിക്വിഡിന്റെ എന്താണ് തിളനില എന്ന് പറയുന്നത് വളരെ എന്താണ് വ്യത്യാസമാണ്. അപ്പോൾ ഹീറ്റ് കിട്ടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും വോളറ്റൈൽ ലെസ് വോളറ്റൈൽ ഉള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും കൂടുതൽ പെട്ടെന്ന് എന്ത് ചെയ്യും ചൂടാവുകയും അതുപോലെ എന്ത് അവ നീരാവിയായിട്ട് മാറുകയും ചെയ്യുന്നു. ആ നീരാവിയായിട്ട് വരുന്ന സാധനത്തിന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എയറിന്റെ കൂളിംഗ് ഒക്കെ വരും നമുക്ക് എന്ത് പറ്റും ആ നീരാവി വീണ്ടും എന്ത് ചെയ്യും തണുത്ത് വരും. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഇപ്പം ഇന്ത്യക്ക് പുറത്ത് പോയവരൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ റീലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാനഡയിൽ പോയവരൊക്കെ ആണെങ്കിൽ ചുമ്മാ വീട്ടിൽ നിന്ന് മാറ്റുന്നതൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് പ്രഷർ കുക്കർ വഴി ജസ്റ്റ് മാറ്റുന്നു ഒരു ട്യൂബ് വഴി എന്ത് വരുന്നു എയർ വരുന്നു വീണ്ടും അതിനെ തണുപ്പിച്ച് എന്ത് ചെയ്യുന്നു തുള്ളി തുള്ളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും മാറ്റിയെടുക്കുന്നത്. ആ ഒരു സെയിം പാരം തന്നെയാണ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവർ ഉപയോഗിക്കുന്നത് എന്താണ് ഡിഫറൻസ് ഇൻ വോളറ്റിലിറ്റി എന്താണ് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ടെങ്കിൽ അവരുടെ വോളറ്റൈൽ ടെമ്പറേച്ചർ എന്താണ് ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും വോളറ്റൈൽ എന്താണ് ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യും പെട്ടെന്ന് ചൂടാവുകയും നീരാവിയായിട്ട് വരികയും മറ്റെന്ത് ചെയ്യും താഴെ തന്നെയും കിടക്കുകയും ചെയ്യുന്നു. ഡിസ്റ്റിലേഷനിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ് വേപ്പറൈസേഷൻ പ്ലസ് കണ്ടൻസേഷൻ. എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ വേപ്പറായിട്ട് എന്ത് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഫണൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് താഴെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബർണർ കൊടുത്തിട്ടുണ്ട്. ചൂടാവുമ്പോൾ എന്ത് ചെയ്യും ഇതിൽ കിടക്കുന്ന ലെസ് വോളറ്റിലുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും നീരാവിയായിട്ട് എന്ത് ചെയ്യും ഇതുവരെ മുകളിലോട്ട് വരികയും പിന്നെ അവിടെ ഒരു സ്റ്റോപ്പ് കോർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളവിടെ കൂളിംഗ് വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നീരാവി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ എന്താണ് ഗ്യാസസ് ഫോമായിട്ട് വരുന്ന വാട്ടർ തന്നെയാണ് എന്ത് പറയുന്നത് നമ്മുടെ നീരാവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും വീണ്ടും എന്താണ് കൂളിംഗ് വാട്ടർ വരുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും തണുക്കുകയും ഇതുവരെ നമുക്ക് എന്താണ് വീണ്ടും നമുക്കൊരു ലിക്വിഡ് ഫോമിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് സോൾട്ട് വാട്ടറാണ്. സോൾട്ട് വാട്ടർ ആണെങ്കിൽ നമുക്ക് എന്തറിയാം സോൾട്ടിൻ്റെ ഒക്കെ തളനില എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു സോൾട്ട് വാട്ടറാണ് നമ്മൾ ചൂടാക്കുന്നെങ്കിൽ ആദ്യം എന്തായിരിക്കും പ്യൂർ ആയിട്ടുള്ള വാട്ടർ വേപ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് പൊങ്ങുന്നത്. വീണ്ടും എവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു തണുത്ത ഒരു കൂളിംഗ് വാട്ടറിന്റെ എഫക്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വാട്ടർ വേപ്പേഴ്സ് വീണ്ടും എന്ത് ചെയ്യും നമ്മളെ മഴയൊക്കെ പെയ്യുന്നത് എങ്ങനെയാണല്ലോ നമ്മൾ എന്താണ് സമുദ്രത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ എന്താണ് ചൂടായിട്ട് മുകളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും അവർ അത് കെട്ടി നിന്ന് എന്ത് ചെയ്യും വീണ്ടും തണുത്തതിന് ശേഷമാണ് വീണ്ടും അവർ എന്തായിട്ട് മഴയായിട്ടൊക്കെയും പെയ്യുന്നത്. അപ്പോൾ സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചൂടായി അവരെന്ത് ചെയ്യുന്നുണ്ട് വാട്ടർ വേപ്പേഴ്സ് മുകളിലോട്ട് പോകുന്നു വീണ്ടും അത് എന്ത് ചെയ്യും തണുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും ലിക്വിഡ് ഫോമിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് റിസീവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് സെപ്പറേഷൻ ഓഫ് വാട്ടർ ഫ്രം ആൽക്കഹോൾ.
വാട്ടർ ഫ്രം ആൽക്കഹോൾ, എന്താണ് വാട്ടറിന്റെയും ആൽക്കഹോളിന്റെയും മിശ്രിതം തിളപ്പിക്കുകയാണെങ്കിൽ ആൽക്കഹോളിന് എന്താണ് പിന്നെയും കുറച്ചും കൂടെ ടെമ്പറേച്ചറാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് വോളറ്റിലുള്ള സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം അവരെന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. അപ്പോൾ ആർക്കാണോ തിളനില കുറവ് അവരെന്ത് ചെയ്യുന്നത്, ആദ്യം വേപ്പറായിട്ട് മാറുന്നുണ്ട്, പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നത്, അതിനൊന്ന് തണുപ്പിച്ച് നമ്മൾ കണ്ടൻസേഷൻ നടത്തി വീണ്ടും അതിന് എന്ത് ചെയ്യും, ലിക്വിഡ് ഫോമിൽ എടുക്കും. സെയിം സാധനം തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു സാധനമാണ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നമ്മൾ നേരത്തെ നോക്കിയ സെയിം സാധനം, പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എന്താണ് കാരണം, അവിടെ എന്താണ് തിളനിലയിൽ വലിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ബോയിലിംഗ് ടെമ്പറേച്ചറിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണ ഡിസ്റ്റിലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഇവർ രണ്ടുപേരുടെയും ബോയിലിംഗ് ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാണ്, വളരെ ചെറുതായിട്ടാണ് എന്താണ് ഇവരുടെ ഡിഫറൻസ് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കാനാണ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ടു സെപ്പറേറ്റ് ലിക്വിഡ്സ് ഹാവിംഗ് എന്താണ് വെരി ലിറ്റിൽ ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്. അവരുടെ ബോയിലിംഗ് പോയിന്റിൽ എന്താണ് ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് എന്നുള്ളത് വളരെ ചെറുതാണ്, വളരെ ചെറിയ ഡിഫറൻസ് ആണ് അവരുടെ ബോയിലിംഗ് പോയിന്റ്സിലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരു എക്സ്ട്രാ സാധനം ഉപയോഗിക്കുന്നുണ്ട്, ഫ്രാക്ഷനിങ് കോളം. ഫ്രാക്ഷനിങ് കോളം ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് എന്താണ് ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്. സോറി, നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി അറിയാം, നിങ്ങൾക്ക് അവിടെ എന്താണ് ഒരു ഫ്രാക്ഷനിങ് കോളം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും ചോദിക്കില്ല, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏതാണ് ലിക്വിഡ്സ് ഹാവിംഗ് വെരി ലിറ്റിൽ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ്സിൽ വളരെ ലിറ്റിൽ ബോയിലിംഗ് ഡിഫറൻസ് ഉള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ഏത് മെത്തേഡ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്, സാധാരണ അത്യാവശ്യം നല്ലൊരു ബോയിലിംഗ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും, സാധാരണ നോർമൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. ഇനി അവരുടെ ഡിഫറൻസ് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിരിക്കുന്നത്. നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, എക്സ്ട്രാ ഒരു എന്തോരും കൂടെ വരുന്നുണ്ട്, ഒരു ഫ്രാക്ഷണൽ കോളം. സാധാരണ നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഒരു ഫ്രാക്ഷണൽ കോളം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു മെത്തേഡാണ് ഏത് പറയുന്നത്, ക്രോമാറ്റോഗ്രാഫി. ക്രോമാറ്റോഗ്രാഫി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് കളേർഡ് പിഗ്മെന്റ്. നമ്മൾ എന്താണ് കോളേജിലൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ഏതാ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ ക്രോമാറ്റോഗ്രാഫി ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് കളേർഡ് പിഗ്മെന്റ്. എന്താണ് ഒരു വസ്തുവിലുള്ള കളേർഡ് പിഗ്മെന്റ്സ് എന്താണ് നിറം നൽകുന്ന വസ്തുക്കൾ എന്താണ് വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് ക്രോമാറ്റോഗ്രാഫി. ക്രോമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കളറുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത്, ക്രോമോ വരുന്നത്. അപ്പോൾ ഒരു വസ്തുവിലുള്ള കളേർഡ് പിഗ്മെന്റ്സ് എന്താണ് വർണ്ണം നൽകുന്ന ഒരു വസ്തുവിനെ എന്താണ് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോമാറ്റോഗ്രാഫി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് കളറുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കളേർഡ് പിഗ്മെന്റിനെ തിരിക്കാനാണെങ്കിൽ ഏതായിരിക്കും, ഓഫ് കോഴ്സ് ഏതായിരിക്കും വരുന്നത്, ക്രോമാറ്റോഗ്രാഫി ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്ന ഏതാണ്, സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ നമുക്കറിയാം എന്താണ്, ഇപ്പോൾ ഒരു വീട്ടിൽ വരുന്നത് എന്താണ്, ഒരു കലക്ക വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബക്കറ്റിൽ പിടിച്ച് വെക്കുമ്പോൾ എന്താണ് രാവിലെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മുകളിൽ ഒരു നല്ല തെളിഞ്ഞൊരു വെള്ളം നമുക്ക് ലഭിക്കുക. അത് തന്നെയാണ് എന്ത് പറയുന്നത്, സെഡിമെന്റേഷൻ. എന്താണ് നമ്മൾ അൺഡിസ്റ്റർബ് ആയിട്ട് എന്താണ് വെൻ വൺ കോമ്പോസിഷൻ ഇസ് ലിക്വിഡ് ആൻഡ് അതർ ഇസ് ഇൻസോൾബിൾ. എന്താണ് വെള്ളത്തിൽ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വസ്തു എന്താണ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം എന്താണ് അനങ്ങാതെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ വീണ്ടും എന്ത് ചെയ്യാം, സെറ്റിൽ ചെയ്തിട്ട് മുകളിൽ നമുക്ക് എന്ത് കിട്ടും, പ്യൂറായിട്ടുള്ള വാട്ടർ നമുക്ക് എന്ത് ചെയ്യും ലഭിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, മഡ് ആൻഡ് വാട്ടർ. എന്താണ് കലക്ക വെള്ളം. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. മഴ സമയത്തൊക്കെ നമ്മൾ കിണറിലെ വെള്ളമൊക്കെ കലങ്ങുമ്പോൾ എന്താണ് നമ്മുടെ അമ്മമാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, രാവിലെ പിറ്റേന്നത്തേക്ക് യൂസിനാണെങ്കിൽ തലേന്ന് വെള്ളം കോരി എന്ത് ചെയ്യാറുണ്ട്, വലിയ വലിയ ബക്കറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, നിറച്ച് വെക്കാറുണ്ട്. കാര്യം എത്ര ഉള്ളൂ, വിത്ത് ടൈം എന്താണ് സമയം പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഹെവി ആയിട്ടുള്ള എന്ത് ചെയ്യും മഡ് പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും താഴെ വന്ന് സെറ്റിൽ ചെയ്യും. കുറച്ചും കൂടെ എന്താണ് ലൈറ്റർ ആയിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും മുകളിലോട്ട് കയറി വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ടു കോമ്പൗണ്ട്സ് എന്താണ്, ഒന്ന് ലിക്വിഡും അതുപോലെ എന്താണ് മറ്റൊന്നെന്താണ് എന്തായിരിക്കണം, ഇൻസോൾബിൾ ആയിരിക്കും. ഇൻസോൾബിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ് എന്താണ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. എന്താണ് സമയം കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് വസ്തുവിനെ എന്ത് ചെയ്യും അനങ്ങാതെ വെച്ചിരിക്കുന്നവർ നമുക്ക് എന്ത് ചെയ്യും, രണ്ട് വസ്തുവിനെ എന്ത് ചെയ്യും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെഡിമെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ് കൂടുതൽ ടൈം കളയുന്നില്ല. പിന്നെ നമുക്ക് നോക്കാൻ എന്താണ് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുവാണ്. എന്താണ് കൺവേർഷൻ ഓഫ് സോളിഡ് ഫ്രം ടു ഇൻറ്റു വേപ്പർ ഡയറക്റ്റ്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഫേസ് ചേഞ്ച് ആണ്. ഇപ്പോൾ വാട്ടർ ഇപ്പോൾ എന്താണ് ഗ്യാസിലേക്ക് നമ്മളൊരു ഐസ് ക്യൂബ് നമുക്ക് എന്താണ് ഗ്യാസ് സ്റ്റേറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം എന്താണ് സോളിഡ് ആയിരിക്കുന്ന ഐസിൽ നമ്മൾ എന്ത് ചെയ്യണം, തണുപ്പ് കുറച്ച് എന്ത് ചെയ്യണം, ലിക്വിഡ് ഫോമിൽ കൊണ്ടുവരണം. ലിക്വിഡ് ഫോമിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, അതിനെ ചൂടാക്കി എന്ത് ചെയ്യണം, ഒരു ബോയിലിംഗ് പോയിന്റ് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് വേപ്പർ ഫോമിലിട്ട് ഇപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും ശരി ആ ഒരു സോളിഡ് ടു ലിക്വിഡ് ടു ഗ്യാസ് ആ ഒരു സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. അതേസമയം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം എന്താണ് നമ്മുടെ കർപ്പൂരം, ക്യാംഫർ, അതുപോലെ തന്നെ എന്താണ് അയഡിൻ, അതൊക്കെ എന്താണ് ഡയറക്റ്റ് സബ്ലിമേഷൻ നടത്തുന്ന ഒരു വസ്തുക്കളാണ്. ഇപ്പോൾ എന്താണ് നമുക്ക് ക്യാംഫർ, നമുക്കറിയാം കർപ്പൂരം കത്തിച്ച് എന്ത് ചെയ്യും ഡയറക്റ്റ് എന്താ പറ്റും നമുക്ക് ഗ്യാസ് സ്റ്റേറ്റിൽ പോകുന്നതാണ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അയഡിൻ നമ്മളൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താണ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വളരെ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന പൊട്ടിയൊക്കെ തെറിക്കുന്ന സാധനമാണ് പറയുന്നത് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ എന്താണ് കൺവേർഷൻ ഓഫ് സോളിഡ് ഇൻറ്റു എന്താണ് വേപ്പർ ഡയറക്റ്റ്, എന്താണ് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് മാറാതെ എന്താണ് ഡയറക്റ്റ് സോളിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ടു സെപ്പറേറ്റ് സബ്സ്റ്റൻസ് വിച്ച് ആർ സപ്ലൈ ഫ്രം നോൺ സബ്ലിമേറ്റ് മെറ്റീരിയൽ. എന്താണ് നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ സബ്ലൈം ആയിട്ടുള്ള എന്താണ് പെട്ടെന്ന് ഈ ടെമ്പറേച്ചർ കൊണ്ട് എന്താണ് നീരാവി ആവിയായിട്ട് പോകുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും, ആവിയായിട്ട് പോവുകയും ബാക്കി കുറച്ചും കൂടെ കട്ടിയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും, നമുക്ക് ഇമ്പ്യൂരിറ്റി മാറി എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പോൾ ഒരു വസ്തു എന്തായിരിക്കണം, സബ്ലൈം ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം, മറ്റെന്തായിരിക്കണം നോൺ സബ്ലിമേറ്റ് മെറ്റീരിയൽ. എന്താണ് ഒന്ന് അത്യാവശ്യം എന്താണ് ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ് സബ്സ്റ്റൻസും, അതുപോലെ തന്നെ ഒന്നിൻ്റെ എന്താണ് ടെമ്പറേച്ചർ വളരെ ചെറിയ ടെമ്പറേച്ചർ എന്താണ് സബ്ലിമേഷൻ നടത്താൻ കഴിവുള്ള ഒരു വസ്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സബ്ലൈം ആയിട്ടുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും, വേപ്പർ സ്റ്റേറ്റിലോട്ട് പോവുകയും നമുക്ക് ബാക്കി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറിയിട്ട് ബാക്കി എന്താണ് സാധാരണ രീതിക്കുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ബാക്കി വസ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സെൻട്രിഫിക്കേഷൻ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഇപ്പോൾ നമ്മുടെ ലാബിലൊക്കെ പോയി എന്താണ് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ നമ്മുടെ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു മെഷീനിൽ വെച്ച് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻട്രിഫിക്കേഷൻ. എന്താണ് ഡെൻസർ പാർട്ടിക്കിൾസ് ആർ ഫോഴ്സ്ഡ് ടു ദ ബോട്ടം ആൻഡ് ലൈറ്റർ പാർട്ടിക്കിൾസ് സ്റ്റേ അറ്റ് ദ ടോപ്പ് വെൻ സ്പൺ റാപ്പിഡ്ലി. ഇപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് ഒരു സെൻട്രിഫിക്കേഷൻ നടത്തുന്ന ഒരു മെഷീൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിലാണ് വെക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ഒരുപാട് ഇതുപോലത്തെ ട്യൂബ്സ് ഉണ്ടാക്കി, ട്യൂബ്സിലായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത് സ്പെസിമെൻസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നത് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞിട്ട് അവരൊരു ഹൈ സ്പീഡിൽ ഇപ്പോൾ അറൗണ്ട് ഒരു 600 അല്ലെങ്കിൽ 600 to 800 RPM-ലൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് റൊട്ടേഷൻ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 800 600 800 ഒക്കെ റൊട്ടേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ മെഷീൻ നടത്തുന്നത്, വളരെ ഹൈ സ്പീഡ്. അപ്പോൾ നിങ്ങൾക്ക് യോജിക്കാം ഒരു മിനിറ്റിൽ 600 പ്രാവശ്യം 800 പ്രാവശ്യം ഒക്കെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ 600 to 800 RPM-ലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് സ്പെസിമെൻസ് കറങ്ങുന്നത്. അപ്പോൾ എത്രയും സ്പീഡ് കറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഡെൻസർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, താഴോട്ട് വന്ന് അടിയും. സാധാരണ ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞ സെഡിമെന്റേഷൻ പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾ താഴെ വന്ന് അടിയണമെങ്കിൽ അത്യാവശ്യം ഒരു സമയം പിടിക്കും. നമ്മൾ രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ ചെളിയൊക്കെ താഴെ അടഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പക്ഷേ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഹൈ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 600 800 ഒക്കെ RPM സ്പീഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും താഴെ വന്നടിയും, ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും മുകളിലോട്ട് കയറി വരികയും ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സെൻട്രിഫ്യൂഷൻ. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഷൻ. യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ഫോർ ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റിനും ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ എന്ത് ചെയ്യും ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഷൻ. എന്താണ് വളരെ ഹൈ സ്പീഡ് റൊട്ടേഴ്സിൽ വെച്ച് ഹൈ സ്പീഡ് കറക്കുമ്പോൾ എന്ത് ചെയ്യും, ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും താഴെ അടിയും, ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും മുകളിലോട്ട് കയറി വരികയും ചെയ്യുന്നത്. ഇത്രയാണ് ഇത് വരുന്നത് നമ്മുടെ സാധാരണ ക്ലാസിഫിക്കേഷൻ്റെ മെത്തേഡ്സ് വരുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് നമ്മളെല്ലാം പറഞ്ഞത് നമ്മൾ ബേസ് ലെവൽ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാമെന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം കെമിസ്ട്രി വലിയ പാടുള്ള സബ്ജക്ട്സ് ഒന്നുമല്ല, അത്യാവശ്യം കുറച്ചൊരു ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് നമുക്ക് ഷോർട്ടായിട്ട് 100% മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടെയാണ് എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രി എന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ട് ക്ലാസ് മാത്രമാണ് ഇന്ന് കഴിഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന എല്ലാ ക്ലാസ്സും കെമിസ്ട്രി എന്ന് മാത്രമല്ല ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ അടുത്തിരുന്ന റെയിൽവേ SSC അതുപോലുള്ള എക്സാമുകൾക്ക് വേണ്ടിയാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഓരോ വിഷയമായിട്ട് ഓരോ സാറുമായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സീരീസിലെ ഫുൾ വീഡിയോസ് എന്ത് ചെയ്യുക, എല്ലാവരും കാണുക. അടുത്ത വരുന്ന എക്സാം ഒക്കെ എന്ത് ചെയ്യുക, എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളോടൊപ്പം വരാൻഡ്രൈസ് ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ വരുന്ന എക്സാം വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് പഠിപ്പിച്ച എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ് ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു.